അവളെ പ്രസവിച്ച അവളുടെ അമ്മയുടെ മുഖം അവൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് ഞാനും എൻ്റെ മോളും തമ്മിൽ ആദ്യമായിട്ട് ഒരു മറയുമില്ലാതെ കാണുക. അവള് മനസ്സിലെടുത്തു വെച്ച ചില തീരുമാനങ്ങൾ ഒരിക്കലും തിരുത്തില്ല. അതെ മുത്തശ്ശി, അത് തന്നെ എല്ലാവരുടെയും ടെൻഷൻ. രാധിക ശ്യാമ മേഡത്തിനെ തള്ളിപ്പറയുന്നൊരു നിമിഷം ഉണ്ടായാ അതിനപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതം ഉണ്ടാവുന്നുള്ള കാര്യം സംശയം. ഇത്രയും കാലം അനാഥ ജന്മമെന്ന് പറഞ്ഞ് വേദനിച്ചവളാ രാധിക. പക്ഷേ എത്ര പുണ്യം ചെയ്ത ജന്മം അവള്. അച്ഛനും അമ്മയൊക്കെ എത്ര ഉയരത്തിലുള്ളവരാ. മുത്തശ്ശി, ഒരു പ്രശ്നമില്ലാതെ അമ്മയും മോളെയും ചേർക്കാമെന്ന് ഞാൻ ശ്യാമ മേഡത്തിന് വാക്ക് കൊടുത്തിരിക്കുക. അതെങ്ങനെ സാധിക്കോടാ? അതിന് മുത്തശ്ശി കൂടി എന്നെ സഹായിക്കണം. മുത്തശ്ശി, രാധികയുടെ ജന്മത്തെക്കുറിച്ച് മുത്തശ്ശി ഒന്ന് സംസാരിക്കണം. ഏതോ ഒരു വല്ലാത്ത അവസ്ഥയിൽ അമ്മ ഉപേക്ഷിച്ചതാവണം. ഒരിക്കലും അമ്മയെ വെറുക്കരുതെന്ന് പറഞ്ഞ് മുത്തശ്ശി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം അയാളുടെ മനസ്സ് അത്തരത്തിലൊന്ന് പാകപ്പെടട്ടെ. അതിനുശേഷം മാത്രമേ അയാളോട് നമുക്ക് സത്യം പറയാൻ പറ്റൂ. കുറച്ചു മുമ്പ് രാധിക എന്നോട് വന്ന് ശ്യാമ മാഡത്തിനെ നേരിട്ട് കാണാൻ പോവുകയാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോ അത് പ്രശ്നമാവില്ലേ? ഏയ്, അതിന് കുഴപ്പമില്ല മുത്തശ്ശി. ഈ അടുത്തിടെ മാഗസിനിൽ രണ്ടുപേരും ഫോട്ടോ ഒരുമിച്ച് വന്നല്ലേ. ശ്യാമ മേഡം തന്നെ പോലെയാണ് ഇരിക്കുന്നതെന്ന് രാധികയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അമ്മയും മോളും കാണട്ടെ, അടുത്ത് നിൽക്കട്ടെ. രക്തം രക്തത്തിനെ തിരിച്ചറിയും, അതിലൊരു സംശയവും വേണ്ട. രാധിക ശ്യാമയെ അംഗീകരിക്കും. അവളെ പോലെ സ്നേഹമുള്ള മകൾക്കേ അത് പറ്റൂ. നമ്മുടെ കൺമുന്നിൽ അവൾ ആകാശത്തോളം വളരുക അല്ലേ മുത്തശ്ശി? അവള് വളരട്ടടാ. പക്ഷെ എത്ര ഉയരത്തിലെത്തിയാലും അഹങ്കാരത്തിന്റെ ഒരു വാക്കുപോലും അവളുടെ നാവിൽ നിന്നുണ്ടാവില്ല. അതവളുടെ ഗുണാ. അത് പോരെ നമുക്ക്. എല്ലാം തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിദ്ധ ഗായിക ശ്യാമ എന്റെ അമ്മായിയെന്ന് പറയുന്നത് എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ? പിന്നെ സംശയമുണ്ടോടാ? പിന്നെ ശ്യാമയുടെ കൂടെ നടക്കലായി, പിന്നെ ശ്യാമയുടെ കൂടെ ഇന്റർവ്യൂ ആയി, പത്രം, മാഗസിൻ എല്ലാത്തിനും നിങ്ങൾ 3 പേരും ഉണ്ടാവുമല്ലോ. അപ്പോ മറന്നു കളയല്ലേടാ മോനെ നമ്മളെ. ഈ മുത്തശ്ശിയെ മറന്നിട്ട് ലോകത്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മുത്തശ്ശിയല്ലേ നമ്മുടെ എനർജി. അച്ഛനു വേണ്ടി മൊഴി കൊടുക്കുന്ന കാര്യം പ്രിയങ്കയോടും മുത്തശ്ശിയോടും കൂടെ കൂടെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല രീതിയിൽ അവർ പെരുമാറുന്നത്. ആവശ്യം വരുമ്പോൾ കാലുമാറി കളയുമെന്ന് സത്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അവര് കാലുമാറും, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഒന്നാമത് പറഞ്ഞു കേട്ട സ്ഥിതിക്ക് പ്രിയങ്കയോ അവളുടെ മുത്തശ്ശിയോ മണ്ടികളല്ല. പിന്നെ ഇത്തരൊരു കേസിന് മൊഴി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അവരെന്തായാലും ഒരു നിയമസഹായം തേടും. ചന്ദ്രശേഖരൻ സാറല്ല കൊലപാതകി, പകരം കുറ്റം അവരുടെ തലയിലേക്ക് വരുമെന്ന് അതിലൂടെ അവർ മനസ്സിലാക്കും. അപ്പോ അവരെ പ്രതീക്ഷിക്കണ്ട. പക്ഷേ ബെഞ്ചമിൻ, അപ്പോ അച്ഛന്റെ കാര്യമോ? തൽക്കാലം പ്രിയങ്കയുടെ മുത്തശ്ശിയുടെ കാര്യം താനങ്ങ് വിട്ടുകളഞ്ഞേക്ക്. അച്ഛനെ ഇറക്കാൻ നമുക്ക് വേറെ മാർഗങ്ങൾ നോക്കാം. ഞാനും എന്റെ സഹോദരി അതിനാ ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യം വേണ്ടത് ചന്ദ്രശേഖര സാറിനെ പരോൾ ഇറക്കുക എന്നുള്ളതാ. മിനിസ്റ്റർ ലെവലിലെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉടനെ നടക്കും. ജയിലില് ചന്ദ്രശേഖരൻ സാറിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് പരോൾ എന്തായാലും കിട്ടും. അച്ഛൻ പുറത്തിറങ്ങിയാ പിന്നെ എല്ലാം അച്ഛൻ പ്ലാൻ ചെയ്തോളൂ. പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്ക് മറ്റൊരു ഡ്യൂട്ടി ഉണ്ട്. പുറത്തിറങ്ങി വരുന്ന ചന്ദ്രശേഖര സാറ് കാണേണ്ടത് നാശത്തിലേക്ക് കൂപ്പൂത്തി കിടക്കുന്ന കണിമംഗലം ഗ്രൂപ്പാ. എന്റെ വാക്കുകൾ ഞാൻ പാലിക്കും ഗൗതം. ചന്ദ്രശേഖര സാറ് പരോളിൽ ഇറങ്ങും. അപ്പോഴേക്കും കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമായിരിക്കും. താങ്ക് യു ബെഞ്ചമിൻ. കൂടിച്ചേരേണ്ടവർ തന്നെയായിരുന്നു നമ്മൾ. എപ്പോഴും ഈ ബന്ധം തുടരട്ടെ.
ഭഗവാനെ, എൻ്റെ ഒരുപാട് കാലത്തെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിച്ചതിൻ്റെ ഫലമോ എൻ്റെ മോൾ എൻ്റെ തൊട്ടടുത്തുള്ളത്. പക്ഷെ അവളെ പ്രസവിച്ച അവളുടെ അമ്മയുടെ മുഖം അവൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് ഞാനും എൻ്റെ മോളും തമ്മിൽ ആദ്യമായിട്ട് ഒരു മറയുമില്ലാതെ കാണുമോ? എനിക്കറിയില്ല എന്നെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തണമെന്ന്. അവളുടെ മനസ്സിൽ എന്നോടൊരു വിരോധവും തോന്നില്ലേ കൃഷ്ണ? അവൾക്ക് എന്നോട് സ്നേഹം തന്നെ ആയിരിക്കണേ. അവൾ എന്നെ അംഗീകരിക്കണേ. അഖിൽ സർ, ഞാൻ നമ്മുടെ മോളുടെ അടുത്തേക്ക് പോവാം. ഞാനും അവളും തമ്മിൽ കാണുമ്പോൾ അഖിൽ സാറിന്റെ ആത്മാവ് അതിന് സാക്ഷിയായിട്ടുണ്ടാവണം. എന്നെ അവള് വെറുക്കുവോ? ഒരിക്കലും ഇങ്ങനെ ഒരാളെ അമ്മയായിട്ട് വേണ്ടാന്ന് പറയുമോ? ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ തകർന്നു പോവോ സർ? അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. ചെറിയമ്മേ, ഈ അവസ്ഥയിലേക്കാണ് പോകുന്നെങ്കിൽ കാര്യങ്ങൾ കൈ നിൽക്കില്ല കേട്ടോ. ശ്യാമേ, എനിക്കെന്തായാലും ശ്യാമയുടെ കൂടെ വരാൻ പറ്റില്ല. എപ്പോഴും ഫിദ മേഡത്തിന്റെ കൂടെയുള്ള എന്നെ ശ്യാമ മേഡത്തിന്റെ കൂടെ കണ്ടാൽ രാധിക ചിലപ്പോ സംശയിക്കും. അതാ ഞാൻ മാറി നിൽക്കുന്നേ. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? പറ്റും അടുത്തേ, എന്നെ കൊണ്ട് പറ്റും. ആ രാധികയാ, അമ്മയ്ക്ക് എന്ത് വേദന തോന്നിയാലും കൃത്യസമയത്ത് അവള് വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ രാധിക. ആ അതെ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാം. പക്ഷെ അതിനൊരു ഒഴിവ് പറയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആദ്യം കാര്യം എന്താണെന്നറിയട്ടെ. എനിക്കൊരു സ്ഥലത്ത് പോകുമ്പോഴേ ഒരു കൂട്ട് വരാനാ. വരില്ല എന്ന് പറയല്ലേ? അല്ല, എവിടെ പോകുമ്പോഴാ നിനക്ക് കൂട്ട് വേണ്ടത്? ശ്യാമ മേഡത്തിനെ കാണാൻ പോകുമ്പോ